ഈ മുഖാമുഖത്തിൽ പിന്നെ തർക്ക വിഷയത്തിൽ PhD ബിരുദം എടുത്ത സുലൈമാൻ മാളിയേക്കലും അലവി സഖാഫിയും പേരോടിനോടും എല്ലാം ചോദ്യം ചോദിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല, എനിക്ക് നദ്വത്തുൽ മുജാഹിദീൻ തന്ന ആർജവും പിന്നെ ശക്തിയുമാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ചത്. എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ആദർശം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. മറ്റെല്ലാം അതിന് വിരുദ്ധമായി കണ്ടാൽ അത് മാറ്റിവെക്കുകയും അതിനെ ഫോളോ ചെയ്യുന്നതാണ് നമ്മളെ നിലപാട്. ആ നിലപാടിലേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പ്രസ്ഥാനം ഇന്ന് വളരെ വേദനയോടുകൂടി സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്തരം മഹത്തായ ഒരു പ്രസ്ഥാനം ഈ നാടിൻ്റെ അന്ധവിശ്വാസങ്ങളെ മാറ്റി മറിച്ച് ഞാൻ പറയട്ടെ, നിങ്ങളെ എത്രയോ ആളുകൾ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും അതെ. അപ്പൊ നിങ്ങള് പിന്നെ അല്ല, ഇത് ചോദ്യമല്ല, എനിക്ക് വിശദീകരിക്കാനേ ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം തന്നെ പറയണ്ടേ. ഞാൻ ചുരുക്കുന്നു, ഞാൻ കൂടുതൽ പറയുന്നത്. ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ആ ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട്. നമ്മുടെ ഈ പ്രസ്ഥാനം, മഹത്തായ പ്രസ്ഥാനം, ഈ സമൂഹത്തെ ഉദ്ധരിച്ചു വന്ന ഈ പ്രസ്ഥാനം നമ്മളോട് പറഞ്ഞു 4 മദ്ഹബ് നിങ്ങൾ സ്വീകരിക്കണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കാം. ആ ഒരു മദ്ഹബ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹബാന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം ഇന്ന് 4ലധികം മദ്ഹബുകളായി മാറി. ആ വിഷമം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഖുർആൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റൊരു മദ്ഹബ് സ്വീകരിച്ചിട്ട് മുമ്പോട്ട് പോയിക്കൂടെ? ഇപ്പോൾ വിസ്റ്റം, KNM, മർക്കസ് ദഅവ, മറ്റേതെല്ലാം മാറി. അതിൽ വളരെ മാനസികമായിട്ട് പ്രയാസമുള്ളതുകൊണ്ട് ചോദിക്കുകയെന്ന്. എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിന്നുകൂടാ ഈ അന്ധവിശ്വാസത്തിനെതിരെ? അതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഹംസ ഷാക്കിർ ഹിക്കമി പ്രതികരിക്കും. അൽഹംദുലില്ലാഹ്, തീർച്ചയായും വളരെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു നിർദ്ദേശവും ഒരു ആഗ്രഹവുമാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരുടെയും ആഗ്രഹം തീർച്ചയായും അത് തന്നെയാണ്. അള്ളാഹു അതിനുള്ളൊരു ശരിയായ വഴി നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് അതൊരു മദ്ഹബുകൾ എന്ന നിലയ്ക്ക് നമ്മളതിനെ മാറ്റേണ്ടതില്ല. 4 മദ്ഹബുകൾ എന്നത് കർമ്മശാസ്ത്ര വീക്ഷണങ്ങളാണ്, അതല്ല ഇവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. നമ്മൾ അങ്ങനെ അതിനെ കാണരുത്. ഇവിടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒന്നിച്ച് നിൽക്കണം എന്ന് നമ്മളെല്ലാവരും പറയുന്നു. പക്ഷെ എന്താണ് അന്ധവിശ്വാസം എന്നിടത്താണ് വീക്ഷണ വ്യത്യാസമുള്ളത്. അത് തീരുമാനമായി കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് ഒന്നാകാൻ പറ്റും. ഇപ്പം സംസം വെള്ളം കുടിച്ചാൽ രോഗം മാറുമെന്നത് ഒരു വിഭാഗത്തിൽ അന്ധവിശ്വാസമാണ്. താങ്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ അത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട അധ്യാപനമാണ്. കാരണം മാ ഉ സംസം ലിമാ ശുരിബല, സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിന് പര്യാപ്തമാണ് എന്ന് ഹദീസിലുണ്ട്. അത് രോഗശമനമാണ് എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് അത് ശരിയായ വിശ്വാസമാണ്. അത് ശരിയല്ല, അത് അനുഭവത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് അതൊരു അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകളും ഞങ്ങൾ മുജാഹിദാണ് എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് ഒന്നിച്ച് അന്ധവിശ്വാസത്തിനെതിരെ നീങ്ങാം എന്ന് പറഞ്ഞാൽ ആ നീക്കം ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. ഹജറുൽ അസ്വദ് സ്വർഗീയമായ കല്ലാണ് എന്നും വെളുത്ത കല്ലായിരുന്നു എന്നും പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയി എന്നും ഹദീസിലുണ്ട്. നമ്മളൊക്കെ ഹജ്ജിനും ഉംറക്കുമായി ചെന്നാൽ പരമാവധി ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അവസരം കിട്ടുമോ എന്ന് പരിശ്രമിക്കുന്നു. എന്നാൽ അത് അന്ധവിശ്വാസമാണ് എന്നാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ, മർക്കസ് ദഅവ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വിശ്വാസമായി കൊണ്ടടക്കുന്നത്. അപ്പം അത് അന്ധവിശ്വാസമാണെന്ന് അവർ പറയുക, അല്ല അത് ശരിയായ വിശ്വാസമാണെന്ന് നമ്മളും പറയുക. നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞാൽ ആ പോക്കിൽ പ്രയാസമാണ് ഉണ്ടാവുക. ഖബർ ശിക്ഷ എന്ന ഒന്നില്ല. അതേപോലെ മസീഹുദ് ദജ്ജാൽ ഖിയാമത്തിന് അടയാളമല്ല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളും അല്ല അതൊക്കെ സത്യമാണ് എന്ന് പറയുന്ന ആളുകളും ഒന്നിച്ചെങ്ങനെയാണ് ഒരു മുന്നേറ്റം ഉണ്ടാവുക? സിഹിർ യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്, അത് വിശ്വസിക്കുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഇപ്പോഴും പ്രസംഗിക്കുന്നു മർക്കസ് ദഅവയുടെ ആളുകൾ. അല്ല, അതിന് യാഥാർത്ഥ്യമുണ്ട്, ഖുർആനും ഹദീസും സ്ഥിരപ്പെട്ട കാര്യമാണ്, അഹ്ലുസുന്ന 1400 കൊല്ലം തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്ന കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും പറയുന്നു. ഇത് എല്ലാം ഒന്നിച്ചു പോയാൽ അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ. അഭൗതികമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ, പടപ്പുകൾക്ക് ആർക്കും ആ കഴിവില്ല എന്ന് 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമായി വന്നത് മുതൽ എഴുതി പഠിപ്പിച്ചതും അതിന് മുമ്പേ അഹ്ലുസുന്ന പഠിപ്പിച്ചതുമായ ആശയം.
അതിൽ നിന്ന് മാറി ജിന്നും മലക്ക് അഭൗതികമാണ് എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ ശരിയല്ല, അത് അന്ധവിശ്വാസമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അഭൗതികമായ കഴിവ് ജിന്നുകൾക്കില്ല, അഭൗതികമായ കഴിവ് മലക്കുകൾക്കില്ല, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയും. അതല്ല, ജിന്നും മലക്ക് അഭൗതികമാണ് എന്ന് അല്ലാത്തവർ പറയുന്നു. ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് നീങ്ങാം എന്ന് പറഞ്ഞാൽ അത് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പഠിപ്പിച്ച അസ്ല് ഖുർആനും സുന്നത്തിലും ഒരു കാലം സ്ഥിരപ്പെട്ടു വന്നാൽ പിന്നെ അത് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ, അത് ബുദ്ധിക്ക് യോജിക്കുമോ ഇല്ലേ എന്ന നോട്ടം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പണ്ട് പരിചയമുണ്ടായിരുന്നില്ല. അപ്പോൾ താങ്കൾക്ക് 68 വയസ്സായല്ലോ. കഴിഞ്ഞ കാലം ഒരുപാട് ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ, മുഖാമുഖങ്ങൾ ഒക്കെ താങ്കളൊക്കെ ശ്രദ്ധിച്ചവരായിരിക്കും. ഉമർ മൗലവി റഹിമഹുള്ളയുടെ ഓർമ്മകൾ തിരുത്തി എന്ന പുസ്തകത്തിൽ ചാലിയം സംവാദം 1940കളിൽ നടന്ന ചാലിയം സംവാദം മുതൽ ഒരുപാട് സംവാദങ്ങളുടെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇവിടുത്തെ സമസ്തക്കാരുമായി വാദപ്രതിവാദം നടത്തിയപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പ്രമാണങ്ങളായി രേഖപ്പെടുത്തിയ ഖുർആനും സ്വഹീഹായ ഹദീസും എന്നാണ്. എന്നാൽ ഇന്ന് ഒരു വിഭാഗം മുജാഹിദുകൾക്ക് ഖുർആനും സ്വഹീഹായ എല്ലാ ഹദീസും സ്വീകാര്യമല്ല എന്നാണ്. ഹദീസ് സ്വഹീഹായാലും പോരാ, അതിന് പുറമെ അത് ബുദ്ധിക്ക് യോജിക്കണം, അത് ഖുർആനുമായി എതിരാവാതിരിക്കണം, അനുഭവത്തിന് എതിരാവാതിരിക്കണം, എന്നാൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്, അത് ശരിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വന്നു. നമ്മുടെ കൂട്ടത്തിലെ ആളുകളാണ് എന്ന് കരുതി അവർ പറയുമ്പോൾ തൽക്കാലം മൗനം പാലിക്കാൻ കഴിയുമോ? ഇല്ല. അതാണ് ഈ ഭിന്നിപ്പുകളുടെ മർമ്മം. അവിടെ അതിൽ ശരിയായ നിലപാട് എന്താണോ അതിലേക്ക് എത്തിയിട്ടുള്ള ഐക്യമാണ് പ്രധാനം. അല്ലാതെ കേവലമായി ഐക്യം രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പോലെ 2-3 കക്ഷികൾ ഒന്നിച്ച് ഐക്യം ഉണ്ടാക്കി പോയാൽ അത് കൂടുതൽ പ്രയാസമാണ്. രാഷ്ട്രീയത്തിന് പറ്റും, മതരംഗത്ത് പറ്റില്ല. അങ്ങനെ ഉണ്ടായ ഐക്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ അനൈക്യങ്ങൾക്കാണ് പിന്നീട് വഴിയായി മാറിയത് എന്നതും കേരള മണ്ണ് സാക്ഷ്യം വഹിച്ച കാര്യമാണ്. അതുകൊണ്ട് ശരിയായ വിശ്വാസത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് എല്ലാവരും മടങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ കഴിയും. അത്തരമൊരു ഐക്യത്തിന് എല്ലാവരേക്കാളേറെ ആഗ്രഹിക്കുന്നവർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഐക്യം യാഥാർത്ഥ്യമാകാൻ എന്ന വിഷയത്തിൽ കേരളത്തിൽ ഒന്നാകെ പ്രത്യേകമായി പ്രോഗ്രാം പോലും സംഘടിപ്പിച്ചിട്ടുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. വല്ലാഹു അഅലം. ഉപചോദ്യം ഉണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാം. കൂടുതൽ ചോദ്യമില്ല, ഒരു ഉപചോദ്യം ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഫൈസൽ മൗലവി വിശദീകരിച്ച് എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോയാൽ ഈ പൊതുസമൂഹത്തിൻ്റെ കാര്യം എന്താവും? ഈ ലോകം നിയന്ത്രിക്കുന്നത് ചിറ്റടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന പ്രഗത്ഭന്മാർ ഉള്ള ഈ നാട്ടിൽ അത് തുറന്നു കാണിക്കാനും ഈ ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചില്ലറ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വേറിട്ട് നിൽക്കാതെ ഒരു മിനിമം അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഈ സമൂഹത്തിലെ ഇത്തിക്കണ്ണികളെ തള്ളിക്കളയാൻ നമുക്കാവണ്ടേ? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരിയാണ്, വളരെ ന്യായമായ ഒരു നയമാണ്. അൽഹംദുലില്ലാഹ് മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഒരു ടേമിൽ ധാരാളം പ്രോഗ്രാമുകൾ ഇത്തരം ശിർക്കുകൾക്കെതിരെ, ബിദ്അത്തുകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആദർശ മുഖാമുഖങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ചോദ്യോത്തര സെഷനുകൾ എല്ലാം നടത്തി. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം ഇപ്പോൾ സി എം അടവൂനപ്പോൾ ആളുകളെക്കുറിച്ച് ഇങ്ങനെ ഈ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന വാദങ്ങളുമായി വരുന്ന ആളുകൾക്കെതിരെ ഇറങ്ങുമ്പോൾ പോലും അവിടെ പോലും വന്നുകൊണ്ട് പല ആളുകളും ജിന്നും ശൈത്താനും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ പല ആളുകളും രംഗത്ത് വരുന്നത്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ മർമ്മമുള്ളത്. തീർച്ചയായും ഒരു ബേസിലേക്ക് എല്ലാവരും മടങ്ങുക. അഥവാ അല്ലാഹ് പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ പിന്നെ തർക്കമില്ല. പിന്നെ അതിൽ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂല, അത് ഖുർആന് യോജിക്കൂല, അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവർ കൂടി ഈ നിലപാടിലേക്ക് മടങ്ങി വരിക. അപ്പോൾ സ്വാഭാവികമായും ഒന്നിച്ചുള്ള മുന്നേറ്റം ഉണ്ടാകും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുകയും എല്ലാവരും അതിന് ആ നിലക്കുള്ള സപ്പോർട്ടുകൾ നൽകുകയും ഒരുപക്ഷെ മറ്റു ഇതര പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇത്തരം പ്രവർത്തനങ്ങളാണ് ശരിയായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം പാരമ്പര്യമെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു എന്നത് സമീപഭാവിയിൽ ഒരു നല്ല ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹു എല്ലാവരെയും ഹക്കിൻ്റെ വഴിയിൽ ഒന്നിച്ച് നിർത്തി തരുമാറാവട്ടെ. ആമീൻ.